ആഴ്ച ഇറാന് മുകളിൽ വെച്ച് അമേരിക്കയുടെ F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരിൽ ഒരാളെ ഉടൻ രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ വെപ്പൺ സിസ്റ്റം ഓഫീസർ ഇറാന്റെ മലനിരകളിൽ കുടുങ്ങുകയായിരുന്നു. കാണാതായ അമേരിക്കൻ പൈലറ്റിനെ കണ്ടെത്താൻ ഇറാൻ സൈന്യവും US ആർമിയും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. നേവി സീൽ ടീം 6 ഉൾപ്പെടെയുള്ള എലൈറ്റ് കമാൻഡോകളാണ് അമേരിക്ക ഇതിനായി നിയോഗിച്ചത്. പൈലറ്റ് ഇറാന്റെ പിടിയിൽ അകപ്പെട്ടിരുന്നുവെങ്കിൽ അമേരിക്ക വലിയ പ്രതിരോധത്തിലാകുമായിരുന്നു. ഏത് നിമിഷവും പാഞ്ഞു വന്നേക്കാവുന്ന മിസൈലുകളും IRGCയുടെ ആക്രമണവും മറികടന്നാണ് ഇറാന്റെ മണ്ണിൽ നിന്ന് പൈലറ്റിനെ US രക്ഷിച്ചെടുത്തത്. കേണൽ റാങ്കിലുള്ള പൈലറ്റായിരുന്നു എന്നാണ് വിവരം. വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്ത് ലാൻഡ് ചെയ്ത പൈലറ്റ് US സൈന്യത്തിന് സിഗ്നലുകൾ അയക്കുന്നുണ്ടായിരുന്നു. സൈനികർ ഉപയോഗിക്കാറുള്ള സർവൈവൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് 24 മണിക്കൂറിലേറെ നേരം US പൈലറ്റ് ഇറാന്റെ മണ്ണിൽ പിടിച്ചു നിന്നു. H-60W ഹെലികോപ്റ്ററുകൾ, A-10 വാർത്തോഗ് വിമാനങ്ങൾ, F-35 സ്റ്റെൽത്ത് ജെറ്റുകൾ, മറീനുകൾ തുടങ്ങി വൻ സന്നാഹമായിരുന്നു ഇദ്ദേഹത്തെ കണ്ടെത്താൻ US ഒരുക്കിയത്. രക്ഷാദൌത്യത്തിനായി ഇസ്ഫഹാൻ പ്രവിശ്യയിലെ മരുഭൂമി പ്രദേശത്തുള്ള താൽക്കാലിക ലാൻഡിംഗ് സൈറ്റിൽ ഇറക്കിയ 2 MC-130J കമാൻഡോ 2 വിമാനങ്ങൾ പറന്നുയരാൻ കഴിയാതെ അവിടെ കുടുങ്ങിപ്പോയി. സാങ്കേതിക തകരാറോ മണൽ പൂണ്ടുപോയതോ കാരണമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. US എയർഫോഴ്സിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ പ്രധാന ആശുകളിൽ ഒന്നായിരുന്നു ഈ വിമാനങ്ങൾ. പ്രധാനമായും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ദൗത്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ശത്രുഭൂമിയിലേക്ക് സൈനികരെ രഹസ്യമായി ഇറക്കുകയും പിന്നീട് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണിത്.